ഇണക്കിളിക്കൂട്ടം ഭാഗം 14. അവൻ അവളെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. അവന് കരഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു. അവൻ അവളുടെ അരികിലേക്ക് വന്നു. അതാടി ഹീറോയിസം. ശത്രുരാജ്യത്തോട് യുദ്ധം ചെയ്ത് രാജകുമാരിയെ സ്വന്തമാക്കുന്നവളല്ലേടി ഹീറോ. ഇത് പറഞ്ഞിട്ട് മാത്രമല്ല, ഞാനും ഒരു ഹീറോ ആവട്ടെടി. അവൻ പറഞ്ഞത് കേട്ട് അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. അവൻ പൊട്ടിച്ചിരിച്ചു. എന്താ, ഞാൻ പറഞ്ഞത് കേട്ട് പേടിച്ചു പോയോ? ഇടി, ഈ ജന്മത്തിൽ നിന്നെ ചതിക്കാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്കാവില്ല. അനന്തൻ്റെ സ്വരം ആർദ്രമായി. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തി. നിങ്ങൾ ഞാൻ ഉണ്ടല്ലോ, വെറുതെ എന്തിനാ ഒരു നിമിഷം ഞാൻ ഇല്ലാണ്ടായതുപോലെ തോന്നി. അവൾ പൊട്ടിക്കരഞ്ഞു. അനന്തു അവളുടെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് അവളെ വലിച്ചിട്ടു. അവളെ തൻ്റെ കരവലയത്തിലാക്കി. അനു, നിനക്കെൻ്റെ മനസ്സ് എത്ര മനോഹരമായി വായിക്കാൻ സാധിച്ചു. അതല്ലേ നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അനു ഒന്ന് പകച്ചു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഒരു മാഗസീനിൽ ഞാൻ ഈ ക്ഷേത്രത്തിനെക്കുറിച്ചും ഇവിടുത്തെ വിശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ഫീച്ചർ വായിച്ചിരുന്നു. അന്നേ ഞാൻ ഉറപ്പിച്ചതായിരുന്നു ഒരു ദിവസം നിന്നെ ഇങ്ങോട്ട് ഇവിടം വരെ വരണമെന്ന്. അതേതായാലും ഇന്നായത് നന്നായി. അനന്തു അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചോ? ഒരു നിമിഷം ആ കുളത്തിൽ ചാടി ചത്താലോന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. അവൾ പറഞ്ഞതും അവൻ അവളുടെ വാപ്പത്തി. അനു, മരണം പോലും നമ്മെത്തോട് ഒരുമിച്ച് നമ്മെ തേടി ഒരുമിച്ച് വരാവൂ. ജീവിതത്തിലായാലും മരണത്തിലായാലും എനിക്ക് നീയും നിനക്ക് ഞാനും വേണം എന്ന കൂട്ടായിട്ട്. അനന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്നേഹിക്കുന്ന മനസ്സുകളുടെ വേദന കാണാൻ കഴിവുള്ള ഈ ദേവി നമ്മുടെ പ്രണയത്തിന് കൂട്ടായി ഉണ്ടാകും. അനു പുഞ്ചിരിച്ചു. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ, ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഇരുവരും പറഞ്ഞു. അല്ല, വെറും ആശംസ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? അനന്ത് ഒരു കുസൃതി ചിരി ചോദിച്ചു. വേറെ എന്ത്? അവൻ ചുണ്ടിൽ തൊട്ടു. അവൾ കണ്ണു വീഴ്ചുകൊണ്ട് അവനെ നോക്കി. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അതും പറഞ്ഞ് അവൾ നടക്കാൻ ഒരുങ്ങവേ അനന്തു അവളുടെ കയ്യിൽ പിടിച്ചു. അനു, പ്ലീസ്. അനന്തുവിട്ട് കൈവിട്. ഇതൊരു അമ്പലം അവിടെയല്ലേ, നമ്മളിപ്പോൾ പുറത്തല്ലേ, പ്ലീസ്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ചുണ്ടിൽ ചുംബിക്കാൻ ഒരുങ്ങവേ അവനെ നാണത്തോടെ ചിരിച്ചു കണ്ട് തിരിഞ്ഞോടി. അനു, ഓടില്ലേ, വീഴും. അനന്തു അവളുടെ പിന്നാലെ ചെന്നു. ഓടുന്നതിനിടയിൽ അനു ചിരിച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കിയതും പെട്ടെന്ന് കാല് കല്ലിൽ തട്ടി അവൾ താഴെ വീണു. അനന്തു ഞെട്ടി. അനു ഉരുണ്ട് കുളത്തിൽ ചെന്ന് വീണു. അനു അലറി വിളിച്ചുകൊണ്ട് അനന്തു കുളത്തിനടുത്തേക്ക് ഓടിയതും കാല് തടഞ്ഞ് അവനും കമിഴ്ന്നടിച്ചു വീണു. ആ, അവൻ നിലവിളിച്ചു. അപ്പോഴേക്കും നാട്ടുകാരും ആൾക്കാരുമെല്ലാം അവിടെ എത്തിയിരുന്നു. പെൺകുട്ടി വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി. 2-3 പേർ കുളത്തിലേക്ക് എടുത്തു ചാടി. ബോധം നശിച്ച അനുരാധയെ കരയിലേക്ക് കയറ്റി കിടത്തി. ഒരു വിധത്തിൽ എഴുന്നേറ്റ അനന്തുവിനെ നാട്ടുകാരെല്ലാം ചേർന്ന് വളഞ്ഞു. അവൻ അമ്പരപ്പോടെ അവരെ നോക്കി. ഒരു പാവം പിടിച്ച പെണ്ണിനെ നീ പ്രേമിച്ച് വഞ്ചിക്കും അല്ലടാ? ഒരാൾ അതും ചോദിച്ച് അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. കാര്യം അറിയാതെ അന്തം വിട്ടു നിന്ന അനന്തു അടിയേറ്റ് ഒരാളുടെ കാൽച്ചുവട്ടിൽ ചെന്ന് വീണു. അവനാദ്യമൊന്ന് തരിച്ചുപോയി. പതിയെ മുഖമുയർത്തി നോക്കി. മുന്നിൽ രോഷത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഗാംഭീര്യമുള്ള ആളെ കണ്ട് അവൻ ഞെട്ടി. ഈശ്വരാ, ഇതാണോ വിഷ്ണു ശർമ്മൻ? അവൻ മനസ്സിൽ ചോദിച്ചു. തമ്പ്രാൻ കുഞ്ഞെ, അവൻ ഈ കുട്ടി ചതിക്കാനാ ഇവിടെ കൊണ്ടുവന്നത്. ഇവൻ ആ പെണ്ണിനോട് പറയുന്നത് ഞാൻ കേട്ടതാ, ജോലിക്കാരൻ പറഞ്ഞു. അനന്തു ഒന്നും ഞെട്ടി. എരിയുന്ന കണ്ണുകളോടെ വിഷ്ണു ശർമ്മൻ അവനെ തുറച്ചു നോക്കി. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവനെ തൂക്കിയെടുത്തു. അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, അയാൾ പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ അവളെ ചതിക്കാൻ ഉദ്ദേശിച്ച് കൊണ്ടുവന്നതല്ല. സത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അനന്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൊള്ളം പറയുന്നോടാ, നീ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. വിഷ്ണു ശർമ്മൻ അവൻ നോക്കി. അവൻ ഭീതിയോടെ ഉമിനീരിറക്കി. അത് ഞാൻ തമാശക്ക് അവളോട് പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവളോട് തന്നെ ചോദിക്കുക. ഒരുവൻ അവന് നേരെ അടിക്കാൻ ഒരുങ്ങിയതും വിഷ്ണു ശർമ്മൻ കൈയോർത്ത് തടഞ്ഞു. വേണ്ട, ആ പെണ്ണിന് ബോധം തെളിയട്ടെ. 2-3 പേർ ചേർന്ന് അവളെ തട്ടി വിളിച്ചു. വയറ്റിലമർത്തി വെള്ളം കളഞ്ഞു. അനു പതിയെ കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നു. അവൾക്ക് തലയാകെ പെരുക്കുന്നത് പോലെ തോന്നി.
വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു അവൾ. കുട്ടി, ഇവൻ പറയുന്നത് നേരാണോ? ഇവൻ നിന്നെ ചതിക്കാൻ നോക്കുകയായിരുന്നു. അനുവിനൊന്നും കാണാൻ സാധിച്ചില്ല. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണു ശർമ്മൻ ചോദിച്ചത് വ്യക്തമായി കേട്ടില്ല. കുട്ടി, ചോദിച്ചത് കേട്ടില്ലേ? വിഷ്ണു ശർമ്മൻ ചോദിച്ചു. അനു വല്ലായ്മയോടെ തല കുലുക്കി. അനന്തു ശരിക്കും ഞെട്ടി. അനു, നീ എന്തീ പറയുന്നത്? അനന്ത് അവളുടെ അരികിലേക്ക് ചെല്ലാനൊടുങ്ങിയതും വിഷ്ണു ശർമ്മൻ കൈയോർത്തി അവൻ്റെ മുഖത്ത് തന്നെ ഒരടി വെച്ചു കൊടുത്തു. അവൻ മലനടിച്ചു വീണു. ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിച്ച ഒരുവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ചാട്ടവാറിനടിച്ച് ശിക്ഷിച്ചവരെ ഞങ്ങൾ. പരിശുദ്ധമായ ഈ ക്ഷേത്രത്തെയോ ഇവിടുത്തെ ആചാരങ്ങളെ കളങ്കപ്പെടുത്താൻ വന്ന വെച്ചേക്കില്ല അവനെ ഞങ്ങൾ. അതും പറഞ്ഞ് അയാൾ കൈ ചുരുട്ടി അവൻ്റെ ഇരു കവിളിലും ആഞ്ഞടിച്ചു. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ. അനു, അനു! അവൻ ഉറക്കെ വിളിച്ചു. അനു ഒന്ന് ഞെട്ടി. അവൾക്ക് സ്ഥലകാലബോധം വീണ്ടും കിട്ടി. അനന്തുവിനെ അവരെല്ലാം ചേർന്ന് അടിക്കുന്നത് കണ്ട് അവൾ ആകെ അമ്പരന്നു. അയ്യോ അനന്തുഷ! അവൾ ഓടി വന്ന് അവനെ പിടിച്ചു. എന്തിനാണ് കൂടി എന്നെ അനന്തുവിനെ അടിക്കുന്നത്? അവൾ ചോദിച്ചു. എന്തിനാണെന്നോ? ഇവൻ നിന്നെ ചതിക്കുകയായിരുന്നില്ലേ? അവൾ അന്തം വിട്ട് അവരെ നോക്കി. ചതിക്കാനോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. നിന്നോട് ഇവൻ പറയുന്നത് ഞാൻ കേട്ടതാ, ജോലിക്കാരൻ പറഞ്ഞു. അനു ഒന്ന് പകച്ചു. അയ്യോ, അത് അനന്തുവിനെ വെറുതെ പറഞ്ഞതാ, എന്നെ പറ്റിക്കാൻ. അനന്തുവിനെ ഇനി ഒന്നും ചെയ്യരുത്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുട്ടി ഇവനെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ പറയണ്ട. അയ്യോ അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്, അനു തറപ്പിച്ച് പറഞ്ഞു. എല്ലാവരും വിഷ്ണു ശർമ്മനെ നോക്കി. അയാൾ എന്തോ കാര്യമായി ആലോചിക്കുകയായിരുന്നു. താമ്രാങ്കുഞ്ഞെന്തിനാ ഒന്നും പറയാത്തത്? അനുവും അനന്തവും അല്പം ഭീതിയോടെ അയാളെ നോക്കി. അയാൾ പതിയെ എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് വന്നു. നിങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരാണ് അല്ലേ? അതെ, അനന്ത് പറഞ്ഞു. വിഷ്ണു ശർമ്മൻ അവനെ നോക്കി. പിന്നെ കയ്യുയർത്തി അവൻ്റെ മുഖത്തിനിട്ട് അടിച്ച്. അയ്യോ അന്തേട്ടാ! അന അവനെ പിടിച്ചു. ചിത്തിരശ്ശേരിയിലെ പൂമംഗല തറവാടിനെക്കുറിച്ചും തേവർമഠത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. വർഷങ്ങളാക്കി കുടിപ്പകയുമായി നടക്കുന്ന രണ്ട് തറവാട്ടുകാർ. ഒന്നും കാണാതെ നീ ശത്രുപാളയത്തിലൊരു പെണ്ണിനെ പ്രണയിക്കില്ലല്ലോ. അയ്യോ, എന്ത് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ സത്യമാണ്. പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകാനല്ല, അന്തസ്സായി താലി കെട്ടി ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിവളെ സ്നേഹിച്ചത്. എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇത് തെളിയിക്കണമെന്ന് എനിക്കറിയില്ല, അനന്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിഷ്ണു ശർമ്മൻ ഇരുവരെയും നോക്കി എന്തോ ആലോചിച്ചു. പിന്നെ തിരിഞ്ഞു നടന്ന പൂജാരിയുടെ കാതിൽ എന്തോ പറഞ്ഞു. അയാൾ തലക്കുളിക്കിയ ശേഷം അകത്തേക്ക് പോയി. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി അനുവും അനന്തവുമായി ക്ഷേത്രനടയിലേക്ക് ചെന്നു. ശ്രീകോവിലിന് മുന്നിൽ ഒന്നും മിണ്ടാതെ അനുവും അനന്തവും നിന്നു. ഇവരിന്ന് എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിന് ശബ്ദം താഴ്ത്തി അനന്തവിൻ്റെ ചെരുവിൽ ചോദിച്ചു. ആർക്കറിയാം, നീ മിണ്ടാതിരിക്കും, ഇതെങ്ങാനും കേട്ടാൽ മതി, ഇനി അതും മതി, അവൻ പറഞ്ഞു. പൂജിച്ച തട്ടുമായി പൂജാരി മന്ത്രം ജപിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. തട്ടിലൊരു താലി ഇരിക്കുന്നത് കണ്ട് ഇരുവരും ഒന്ന് ഞെട്ടി. വിഷ്ണു ശർമ്മൻ താലിയെടുത്ത് അവന് നേരെ നീട്ടി. ദാ ഇത് പിടി. അനന്തുവിന് ശ്വാസം നിലക്കുന്നത് പോലെ തോന്നി. വിറയാർന്ന കരങ്ങളോടെ അവനത് വാങ്ങി. നീ ഇവളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നല്ല പറഞ്ഞത്? അത് സത്യമാണെങ്കിൽ ഈ ദേവിയെയും ഞങ്ങളെയും സാക്ഷിയാക്കി ഈ താലി ഇവളുടെ കഴുത്തിക്കിട്ട്. വിഷ്ണു ശർമ്മൻ പറഞ്ഞത് കേട്ട് അനന്ത് ഷോക്കടിച്ചതുപോലെ നിന്നു. അനുവും ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. ഇരുവരും നിസ്സഹായതയോടെ പരസ്പരം നോക്കി. ഇനി എന്തു ചെയ്യും? അവന് കണ്ണുകൾ കൊണ്ട് അവനോട് ചോദിച്ചു. ഒറ്റ വഴിയുള്ളൂ, അവസാനത്തെ അടവ്. ധൈര്യം സംഭരിച്ച ശേഷം അനന്ത് അയാളുടെ അരികിലേക്ക് ചെന്നു. എൻ്റെ പൊന്നു വിഷ്ണു ശർമ്മൻ കേട്ടാ എന്ന് വിളിച്ച് കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ട് അവൻ അയാളുടെ കാൽച്ചുവട്ടിന് മുട്ടുകുത്തിയിരുന്നു. എല്ലാവരും വായം പൊളിച്ച് അന്തം വിട്ട് നോക്കി. അനന്ത് മുഖമുയർത്തി അയാളെ നോക്കി. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അത്രമാത്രം ഞാനിവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്. ഞങ്ങളുടെ ഈ പ്രണയത്തെക്കുറിച്ച് എങ്ങനെ അവരറിഞ്ഞാൽ രണ്ടു കൂട്ടരും കൂടി ഞങ്ങളെ വെട്ടി നുറുക്കും, അനന്ത് പറഞ്ഞു. അയാൾ അല്പം മയഞ്ഞു. നീ ഞങ്ങളെ കുരങ്ങളിപ്പിക്കാൻ നോക്കിയാണോ? ഇവളെ കല്യാണം കഴിക്കാനാണ് ഇത് ഉദ്ദേശം എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ ഇപ്പോൾ കിട്ടിയില്ലെന്താ? എൻ്റെ ചേട്ടാ, ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ഈ വിവരം എന്തായാലും എൻ്റെ വീട്ടുകാരറിയും.
അല്ലേ തന്നെ ഭൂപതിയുടെ കോട്ടയുടെ പേരിലുള്ള കേസ് തോറ്റതിൻ്റെ പേരിൽ കളിയിടുകയും നടക്കുക എല്ലാവരും. നിങ്ങൾ എനിക്ക് കുറച്ച് സമയം എന്താ, അപ്പോഴേക്കും ഞാൻ വീട്ടുകാരെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കാം. അതിനുശേഷം ഇതേ അമ്പലത്തിൽ വെച്ച് തന്നെ ഞാൻ ഇവളെ കിട്ടിക്കോളാം, പ്ലീസ്. അവൻ കെഞ്ചി. വിഷ്ണു ശർമ്മൻ ചിന്തിച്ചു. ശരി, നിനക്ക് നിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എത്ര സമയം വേണം? അത് കഴിഞ്ഞു. വേണ്ട, ഞങ്ങൾ തന്നെ പറയാം. നിനക്ക് ഞങ്ങളൊരു 6 മാസം സമയം തരാം. അതിനുള്ളിൽ നീ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കണം. എന്താ? അനന്ത് പറഞ്ഞു. ഇന്ന് ഫെബ്രുവരി 14, കൃത്യം ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ നിനക്ക് സമയമുണ്ട്. പിറ്റേന്ന് ആഗസ്റ്റ് 15 ഞങ്ങൾ അവിടെ എത്തും. അന്ന് മറിച്ചാണ് നിൻ്റെ വീട്ടുകാർ പറയുന്നതെങ്കിൽ നിന്നെ ഞങ്ങൾ തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അനന്ത് ഭീതിയോടെ അവരെ നോക്കി. സമ്മതം. ശരി കൃഷ്ണ, ഇവരെ നാട്ടിൽ കൊണ്ടുവിട്ടേക്ക്, അയാൾ പറഞ്ഞു. വേണ്ട, ബൈക്കുണ്ട്, ഞങ്ങൾ പോയിക്കോളാം. വാനു. അനന്തു അനുവിനെയും വിളിച്ച് നടന്നു. തമ്പ്രാക്കുഞ്ഞെ, അവരെ ഇന്ന് വിട്ടാൽ അത് വീണ്ടും ഈ ക്ഷേത്രത്തിനൊരു കളങ്കമായി മാറുമോ? 6 മാസം ഉണ്ടല്ലോ, അത് കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം, അയാൾ വാശിയോട് പറഞ്ഞു. തുടരും.